ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് 2019 ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സുകൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. റീഡിലൂടെയാണ് മിനിറ്റ്സ് രേഖകൾ പിടിച്ചെടുത്തത്. ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ട് പരിശോധന നടത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കണമെന്ന കർശനമായ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ ഒരു കുരുക്കിലാക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ നടപടി? രാഖി, ഇത് പുതിയ നടപടിയല്ല. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ ഈ മിനിറ്റ്സ് രേഖകൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും അതിന് മുൻപ് തന്നെ അന്വേഷണ സംഘം മിനിറ്റ്സ് രേഖകൾ കയ്യിലെടുത്തിരുന്നു. പരിശോധനയുടെ ഭാഗമായി അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് നൽകിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്ന അതേ സമയത്ത് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP ശശിധരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു പരിശോധന നടത്തുകയും ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മിനിറ്റ്സ് രേഖകൾ അടക്കമുള്ളവ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നു എന്നുള്ളത് മാത്രം. അപ്പോൾ അതിന് മുൻപ് തന്നെ ഈ മിനിറ്റ്സ് രേഖകൾ, പ്രത്യേകിച്ച് 2019 കാലത്ത് ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട് അത് തീരുമാനമെടുത്ത അടക്കമുള്ള യോഗങ്ങളുടെ വിശദാംശങ്ങളടങ്ങുന്ന മിനിറ്റ്സ് രേഖകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഏതായാലും അതും ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടപടിക്രമങ്ങളും ഒരുവശത്ത് തുടരുകയാണ്. എന്തായാലും രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ നിരീക്ഷണം വന്നതോടുകൂടി ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോടതി അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നു. അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു. ആ നിരീക്ഷണങ്ങൾക്ക് അനുസൃതമായിട്ടാണ് കോടതി നേരിട്ട് ഒരു ഗൂഢാലോചന കേസ് കൂടി ഈ വിഷയത്തിൽ നേരിട്ടെടുത്ത് അതിൽ പ്രത്യേക അന്വേഷണം ആവശ്യമാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി കോടതി പറയുന്ന ഒരു കാര്യം, 2019 ഇത്തരം ഒരു ക്രമക്കേട് നടന്നു എന്നുള്ളത് എവിഡൻ്റ് ആണ്. അതിൽ സ്വർണ്ണക്കവർച്ച വളരെ ആസൂത്രിതമായി അന്ന് തന്നെ സ്വർണ്ണക്കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആസൂത്രിതമായി ചെയ്തു. അതിൽ കവർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ പിന്നീട് ഈ 2025 നടന്നത് കൃത്യമായും ഈ സ്വർണ്ണക്കവർച്ച മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയത്തിലേക്കാണ് ഹൈക്കോടതി എത്തി നിൽക്കുന്നത്. മുൻപിൽ വന്ന രേഖകളും ഈ പറയുന്ന പല നടപടികളും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പല ഇടപെടലുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നതും. അപ്പോൾ സ്വർണം കവർച്ച ചെയ്യാൻ രണ്ട് തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വത്തിൻ്റെ ഉന്നതരുമായും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേരളത്തിന് വെളിയിൽ ഈ സ്വർണ്ണം ഒരുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയവരുമായിട്ടൊക്കെയുള്ള ഗൂഢാലോചനയുണ്ട്. അതേസമയം 2025 സമാനമായ രീതിയിൽ ഈ സ്വർണ്ണക്കവർച്ച മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണം അതിൽ ആവശ്യമാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി പോകുന്നതും സുവമുട്ടപ്രകാരം പുതിയൊരു കേസ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതും. അത് കഴിഞ്ഞ ദിവസം തന്നെ കോടതി അത്തരം നടപടികളിലേക്ക് പോയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കുരുക്കിലാകുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ആ ബോർഡിലുള്ള അംഗങ്ങളുമാണ്. അതിന് കാരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് 2019 വിഷയമാണ്. ഇതിൽ തനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അറിവില്ല, തൻ്റെ ദേവസ്വം കാലയളവിലല്ല ഇതൊക്കെ നടന്നിരുന്നു പറഞ്ഞ പ്രസിഡന്റ്, പക്ഷേ ഈ സ്വർണ്ണക്കവർച്ച മറച്ചു വയ്ക്കാൻ വേണ്ടി ആസൂത്രിതമായൊരു ശ്രമം നടത്തി എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഈ 2025 ഈ സ്വർണം കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയില്ല, സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ കഴിയില്ല എന്നുള്ളത് തിരുവാഭരണം കമ്മീഷണർ ആദ്യം പറയുന്നു. എന്നാൽ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തീരുമാനം തിരുവാഭരണ കമ്മീഷണർ മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ക്രമക്കേട് നടന്നത് മറച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അന്ന് കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം അറിയിക്കാതിരുന്നതെന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ നടന്ന സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നുള്ള വളരെ ഗൗരവമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക്, ഒരു നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി പോയിരിക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് എന്തായാലും വലിയ കുരുക്കായി വിഷയം മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PS പ്രശാന്തിൻ്റെ രാജി ആവശ്യം എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ശക്തമായി ഉന്നയിക്കപ്പെടും. അതിനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഈ ദേവസ്വം ബോർഡ് തന്നെ പിരിച്ചുവിടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ പുതിയ വെളിപ്പെടുത്തലുകളുടെ സാഹചര്യത്തിൽ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് രാജ്യസമ്മർദ്ദം ഏറാനുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. ഇനി അന്വേഷണത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അന്വേഷണ സംഘം തുടർച്ചയായി ചോദ്യം ചെയ്യും. അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളടക്കം മുൻനിർത്തിയായിരിക്കും
ആ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പും വരും ദിവസങ്ങളിൽ നടക്കും. ഇതിനിടയിൽ സംഭവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കലാണ്. മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരടക്കമുള്ളവരെ ഉടൻ തന്നെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള അന്വേഷണത്തിൽ, ഒന്ന് ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പുതിയ കേസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായും ഈ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിൽ ഈ മുരാരി ബാബു അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന എൻ വാസു എന്നിവരെയും അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കടുപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ഉന്നതരെല്ലാം ചോദ്യമുനയിലേക്കും അന്വേഷണ പരിധിയിലേക്കും വരികയാണ്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് നേരിട്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരും ഈ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അതിന് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് PS പ്രശാന്തിന് തുടരാൻ സാധിക്കുമോ എന്നുള്ള ധാർമ്മികമായ പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യഘട്ടം മുതൽ തന്നെ വളരെ വ്യക്തമായി ഉന്നയിച്ച പല വിഷയങ്ങളുമാണ് മിനിറ്റ്സ് രേഖകൾ പിടിച്ചെടുത്തത്. ദേവസ്വം ആസ്ഥാനത്ത് നേരിട്ട് പരിശോധന നടത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടിയുണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു ഈ മിനിറ്റ്സ് രേഖകൾ പിടിച്ചെടുക്കണമെന്ന്. എന്തായാലും അതിനു മുൻപ് തന്നെ ഈ മിനിറ്റ്സ് രേഖകൾ SIT സംഘം പിടികൂടിയിരുന്നു എന്നുള്ളതാണ്, കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നുള്ളതാണ് പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.